ഖത്തറിൻ്റെയും അമേരിക്കയുടെയും മുൻകൈയിൽ ഈജിപ്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ ഏകപക്ഷീയമായി ഇസ്രായേൽ അവസാനിപ്പിക്കുകയും ഇന്നലെ വലിയ രീതിയിലുള്ള അറ്റാക്ക് ആരംഭിക്കാൻ സൈന്യത്തിന് ഓർഡർ നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഗസയിൽ ജീവൻ അവശേഷിക്കുന്ന കുറച്ചു മനുഷ്യർക്കെങ്കിലും ശിഷ്ടകാലം ജീവിക്കാം എന്ന സ്വപ്നം വീണ്ടും നെതന്യാഹു അവസാനിപ്പിച്ചിരിക്കുകയാണ്. 1948 ഏകപക്ഷീയമായി അനധികൃതമായി സ്ഥാപിക്കപ്പെട്ട ആ രാജ്യം ഇന്ന് വരെ ഒരു ഉടമ്പടിയും കരാറുകളും പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകവ്യവസ്ഥകൾ തങ്ങൾക്ക് ബാധകമല്ലെന്ന രീതിയിലാണ് ഇക്കാലമത്രയും പെരുമാറിയിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ ദീർഘകാല ചരിത്രം അറിയുന്നവർക്കാർക്കും നെതന്യാഹുവിൻ്റെ പുതിയ തീരുമാനത്തിലും ആശ്ചര്യമോ അത്ഭുതമോ തോന്നാൻ ഇടയില്ല. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രം അതാണ്. നിരവധി കരാറുകളിലും ഉടമ്പടികളിലും ഒപ്പുവെച്ച ഇസ്രായേൽ ഒരിക്കലും അവയൊന്നും പാലിക്കുകയോ ലോകത്തിൻ്റെ മുമ്പിൽ തങ്ങളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കുകയോ ചെയ്തിട്ടില്ല. 1947 UN ജനറൽ അസംബ്ലി പാസാക്കിയ 181 പാർട്ടീഷൻ പ്ലാൻ മുതൽ ഫലസ്തീനികളുടെ ജീവിത ദുരിതം ആരംഭിക്കുകയായിരുന്നു. അതുമുതൽ ഫലസ്തീൻ എന്ന രാഷ്ട്രം ആ ജനത ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഒരു നൂറ്റാണ്ടായി ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജൂയിഷ് അറബ് രാഷ്ട്രങ്ങളായി വിഭജിച്ചുകൊണ്ട് പാർട്ടീഷൻ ചെയ്ത UN റെസൊല്യൂഷനിൽ നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി 1948 മെയ് 14 ഇസ്രായേൽ സ്വയം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയായിരുന്നു. അതുമുതൽ ആരംഭിച്ചതാണ് വഞ്ചനയുടെയും ചതിയുടെയും കുതന്ത്രങ്ങളുടെയും ചരിത്രം. സ്വതന്ത്ര രാഷ്ട്രമായി ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നതോടെ ഫലസ്തീനികൾക്ക് അവരുടെ ഭൂമിയും നാടും വീടും നഷ്ടപ്പെട്ട് മഹാദുരന്തം അഭിമുഖീകരിക്കേണ്ടി വന്നു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പലായനത്തിന് സാക്ഷ്യം വഹിച്ചത് ആ വർഷത്തിലായിരുന്നു. ആ മഹാദുരന്തത്തെ അറബിയിൽ നഖബ അഥവാ കറ്റാസ്ട്രഫി എന്നാണ് ഫലസ്തീനികൾ ഇന്നും വിശേഷിപ്പിക്കുന്നത്. അവരുടെ ദുരന്തം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നഖബയെ തുടർന്ന് 1948 ഡിസംബർ 11 UN ജനറൽ അസംബ്ലി ഫലസ്തീനികളുടെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. നഖബയെ തുടർന്ന് പുറത്തുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് 194 നമ്പർ റെസൊല്യൂഷൻ UN അസംബ്ലി പാസ്സാക്കുന്നത്. പുറത്തു പോകേണ്ടി വന്ന മുഴുവൻ ഫലസ്തീനികൾക്കും തിരിച്ചു വരാനുള്ള അവസരമൊരുക്കുന്നതായിരുന്നു ഈ 194 നമ്പർ റെസൊല്യൂഷൻ. എല്ലാ വംശഹത്യയെയും എല്ലാ ആക്രമണങ്ങളെയും വഞ്ചനയെയും ലോകത്തിൻ്റെ കാപട്യത്തെയും അതിജീവിച്ചുകൊണ്ട് ഫലസ്തീൻ ലോകത്ത് ജീവിക്കുക തന്നെ ചെയ്യും. അതിർത്തികൾക്കിടയിലുള്ള ഒരു പ്രദേശമായിട്ടല്ല, ജനമനസ്സുകളിൽ ജീവിക്കുന്ന പോരാട്ടത്തിൻ്റെ പ്രതീകമായി ഫലസ്തീൻ എക്കാലത്തും ജീവിക്കും. ഫലസ്തീൻ്റെ പ്രിയപ്പെട്ട കവി മഹ്മൂദ് ദർവീഷ് പറഞ്ഞതുപോലെ അല ഹാദിഹിൽ അർദ് മാ യസ്തഹിഖുൽ ഹയാ, ഫലസ്തീൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭൂമി, പ്രിയപ്പെട്ട ഫലസ്തീൻ, തസ്തഹിഖുൽ ഹയാ, നീ ജീവിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.